അസ്സലാമലൈക്കും. ഹേ ഗായ്സ്, കോഴിക്കോട് ട്രെൻഡിങ് ആയ കൂന്തൽ നിറച്ചതാണ് ഇന്നത്തെ നമ്മുടെ ഇവനെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇവൻ ആള് കില്ലാടിയാണ്. കഴിച്ചു നോക്കിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇപ്പൊ നിങ്ങള് പാൻ എടുത്തോളി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുനുകുനാ അരിഞ്ഞ സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ബ്രൗൺ ഷെയ്ഡ് ആക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂന്തളിന്റെ ചിറകട മറക്കണ്ട കേട്ടോ, അതും കൂടെ ആഡാക്കാം. ക്രഷ് ആക്കിയ വലിയ ജീരകം, ചെറിയുള്ളി, ചിരകിയ തേങ്ങ ഇതിലേക്ക് ആഡാക്കി മിക്സ് ആക്കി നമുക്ക് എടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് നമ്മുടെ ഫില്ലിങ് ഇടാൻ റെഡി. നെക്സ്റ്റ് പരിപാടി നമ്മുടെ കൂന്തലില്ലേ, അതിലേക്ക് ഈ ഫില്ലിങ്സ് അങ്ങോട്ട് നിറച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ കൂന്തലൊക്കെ ഫില്ലാക്കിയിട്ട് കൂന്തലിന്റെ തലയാണ് അതിന്റെ ഉള്ളിലേക്ക് വെച്ച് പിന്നാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് കേട്ടോ. 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. അതിൽ കൂടുതലായി ഒരു റബ്ബറിന്റെ ടെക്സ്ചർ ഉണ്ടാവും. പിന്നെ മറക്കണ്ട കേട്ടോ, എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇനി ഇതിന്റെ മസാല റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ആഡാക്കി ജസ്റ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫില്ലാക്കി വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും മല്ലിയിലയും ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിന് ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള റീസൺ എന്താണെന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും ട്രൈ ആക്കാൻ മറക്കണ്ട കേട്ടോ.